ജാതിയും മതമൊക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇതൊക്കെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഇലക്ഷനിൽ ജയിക്കാൻ ജാതിയും മതം മതിയല്ലോ, വേറെ ഒന്നും വേണ്ട. ഒരു മുന്നറിയിപ്പും ഇല്ല. നേരം വെളുക്കുമ്പോഴത്തേനും നമ്മൾ നെഞ്ഞത്തടിക്കുന്ന പോലത്തുള്ള വില വരും. ഡീസലിന് വില കൂടി കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിർത്തിടേണ്ട അവസ്ഥ വരും. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ 2 ആഴ്ചക്കിടെ 8 രൂപയോളമാണ് ഇന്ധനത്തിന് വില കൂടിയിരിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വാഹനങ്ങൾ അടക്കമുള്ളവ ഒരു തരത്തിലും മുന്നോട്ട് പോവില്ല എന്ന തരത്തിലാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ പെട്രോളിന് ഇന്ന് 2.5 രൂപയോളം കൂടിയത്, എങ്ങനെയാണ് ഈ കാര്യം മുന്നോട്ട് പോവുക? ഏത് തരത്തിൽ എന്ത് പറയാനാ? ഇപ്പോൾ മലയാളിമാരടിക്കണല്ലേ, നമ്മൊന്നും പറയാൻ. ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഇന്ത്യയിൽ. അവർക്കൊന്നും തോന്നിയാസം കാണിക്കാമല്ലോ. ജാതിയും മതമൊക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇതൊക്കെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഇലക്ഷനിൽ ജയിക്കാൻ ജാതിയും മതം മതി. ജാതിയും മതമൊക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇതൊക്കെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഇലക്ഷനിൽ ജയിക്കാൻ ജാതിയും മതം മതിയല്ലോ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ പെട്രോൾ വില ഇങ്ങനെ അടിക്കടി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സഹിച്ചോണം. അല്ല, സാധാരണക്കാർ ആളുകളെ സാധനങ്ങളുടെ വിലയും കൂടുതലോ, ഇന്ധനം നിറയ്ക്കുന്ന ഒരു വില കൂടും. നമ്മുടെ വരുമാനം കുറയുന്നതനുസരിച്ച് നമുക്ക് വില കൂടുന്നുണ്ടല്ലോ, അതുപോലെ. ബുദ്ധിമുട്ടാണ് കുറച്ച് കൂട്ടിയ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ഈ ഇലക്ഷൻ കഴിയുന്നവരെ കാത്തിക്കും. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അല്ല ജനങ്ങൾ വിഡ്ഢികൾ. സർക്കാർ എന്തെങ്കിലും ഇതാക്കി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ജനങ്ങൾക്ക് സാധാരണ രീതിയിൽ ഇതാക്കാൻ പറ്റും, ജീവിക്കാൻ. റിസ്ക്കാണല്ലോ, പിന്നെ അങ്ങനെ വണ്ടി എടുക്കലില്ല. അപ്പോൾ പിന്നെ പ്രശ്നം വണ്ടി അങ്ങനെ ഇപ്പോൾ എടുക്കല്ലേ, പെട്രോൾ ഇല്ലായതുകൊണ്ട് വളരെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇത് നമുക്ക് നടക്കൂല. കാരണം ഇതിപ്പോൾ ഈ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും കിട്ടൂല. ഫുള്ള് നഷ്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. സാധാരണ നമ്മൾ ഒരു 4000 രൂപയ്ക്ക് ഡീസൽ സാധാരണ ഞങ്ങൾ അടിക്കലുണ്ട്. 4000 രൂപ ഡീസൽ വെച്ച് അടിക്കലുണ്ട്. ഞാൻ ട്രിപ്പ് എടുത്ത് നമുക്ക് മുതലാവണമെങ്കിൽ ഈ ഇപ്പോൾ ഡീസൽ വില കൂടി കഴിഞ്ഞാൽ നമുക്ക് നടക്കൂല, നടക്കുന്ന കാര്യമില്ല. അത് കാരണം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രസ്ഥാനം ഏകദേശം ഒരു തകർച്ചേൻ്റെ പക്കത്തിൽ എത്തിക്കണേ. അപ്പോൾ ഇനി അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഡീസലിന് വില കൂടി കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിർത്തിടേണ്ട അവസ്ഥ വരും. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് നിത്യം ജോലിക്ക് പോകുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ട് തന്നെ. മാസത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുന്നതും ഇതാക്കുന്നതും ആകുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഒരിക്കൽ കൂട്ടുകയാണ് കുഴപ്പമില്ല. ഇനിയിപ്പോൾ 2 പ്രാവശ്യമായിട്ട് കൂട്ടിയില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ ഓടി ഒപ്പിച്ചിട്ടൊന്നും ഡീസൽ അടിച്ചിട്ട് ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഓടിയാൽ ഞങ്ങൾക്ക് ഈ മെഡിക്കൽ കോളേജിൽ കിടന്ന് ഓടിയാൽ ആകെ കിട്ടുന്ന 1000 ഉറുപ്പ്യ കിട്ടും. അതിൻ്റെ അകത്ത് 300 രൂപ ഞാനിപ്പോൾ അടിച്ചത് തികയൂല. ഇത് 3 ലിറ്റർ കിട്ടൂല ഇപ്പോഴത്തെ വിലയ്ക്കനുസരിച്ച്. ഞങ്ങളേതായാലും ഇതുമായിട്ട് ഞങ്ങൾക്ക് പ്രതിഷേധ പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങാനുള്ളൊരു തീരുമാനത്തിലാണ്. ഒരു മുന്നറിയിപ്പും ഇല്ല. നേരം വെളുക്കുമ്പോഴത്തേനും നമ്മൾ നെഞ്ഞത്തടിക്കുന്ന പോലത്തുള്ള വില വരും. നമ്മളിപ്പോൾ ചാർജ് ഒന്നും കൂട്ടാത്തതിനെ കൊണ്ട് നമുക്ക് നഷ്ടമാണ് ഇപ്പോൾ അത്. കാരണം സാധാരണ തരുന്ന ചാർജ് ഇപ്പോൾ തരുന്നുള്ളൂ. ജനങ്ങളൊക്കെ ഇപ്പോൾ അതല്ലേ തരുള്ളൂ. പോവല്ലാതെ നിവൃത്തിയില്ല. സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടൊക്കെ. നിങ്ങൾ കഠിനമായി പ്രവർത്തിച്ചാൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക.